ശ്രീ ആർ ഉണ്ണികൃഷ്ണൻ ഈ റെയിൽവേയെ അങ്ങ് കുറ്റപ്പെടുത്തിയല്ലോ. റെയിൽവേ തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. അതിൽ അവരെങ്ങനെ മാലിന്യം ശേഖരിക്കുന്നുവെന്ന ഒരു ചെറിയ ദൃശ്യം നമ്മൾ കാണിക്കുന്നുമുണ്ട്. അവരുടെ ഭാഗത്ത് പൂർണ്ണമായും ശരിയുണ്ടെന്ന് അവകാശപ്പെടലല്ല അതിലൂടെ ഉദ്ദേശിക്കുന്നത്. എൻ്റെ ചോദ്യം ഇതാണ്, റെയിൽവേ എന്തുകൊണ്ടൊന്നും ചെയ്തില്ല എന്നങ്ങ് ചോദിച്ചല്ലോ. ഇന്നൊരു കത്ത് പുറത്തു വന്നിരുന്നു. റെയിൽവേയുടെ ഭാഗത്തെ കനാലിലെ മാലിന്യം കുന്നുകൂടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് 1995 മുതൽ റെയിൽവേ സർക്കാരിന് കത്തയക്കുന്നുണ്ട്. അന്ന് മേയർ വി ശിവൻകുട്ടി ആയിരുന്നപ്പോൾ, അതായത് മേയർ വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത് മാലിന്യ നീക്കത്തിന് റെയിൽവേ സമ്മതിച്ചില്ല എന്നായിരുന്നു 95-ൽ. എന്നാൽ ആ സമയത്ത് മുതൽ കത്തയക്കുന്നതിൻ്റെ തെളിവിന്ന് പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം റെയിൽവേ ഡിവിഷൻ വർക്ക് വിഭാഗം എഞ്ചിനീയർ പറഞ്ഞത് 2000 ഏപ്രിൽ 27-നും ഇറിഗേഷൻ വിഭാഗത്തിന് കത്തയച്ചിരുന്നു എന്നാണ്. 2000 മാർച്ച് 20-നും കത്തയച്ചിട്ടുണ്ട്. അപ്പോൾ തുടരെ കത്തുകൾ റെയിൽവേയും അയച്ചിരുന്നു എന്നതിന് തെളിവുകൾ പുറത്തു വന്നിട്ടുണ്ട്. ആർ ഉണ്ണികൃഷ്ണൻ, ഇവിടെ ശ്രീ സതീഷ് ബാബു കുറേ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഒന്ന് റെയിൽവേയുമായി ബന്ധപ്പെട്ട റെയിൽവേയുടെ മാലിന്യ സംസ്കരണത്തിൻ്റെ കുറേ വീഡിയോസൊക്കെ നിങ്ങൾ കാണിച്ചു. പക്ഷെ ആ വീഡിയോ നിങ്ങൾ കാണിക്കുന്നതോടൊപ്പം ആ കൊച്ചുവേളിയുടെ ആ ചവർക്കൂമ്പാലവും കൂടെ കാണിക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ്. അത് കാണിക്കാൻ അത് അദ്ദേഹത്തിൻ്റെ കാണുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, മാലിന്യങ്ങൾ എവിടെ കൂടിയാലും അത് തെറ്റാണ്, അത് ആര് ചെയ്താലും തെറ്റാണ്. ആ നിലപാടാണ് ഇവിടെയുള്ളത്. കാരണം പൊതുജനങ്ങളാണ് അനുഭവിക്കുന്നത്. നോക്കൂ, ഈ മാലിന്യങ്ങൾ നീക്കം ചെയ്യാത്തത് കൊണ്ട് 2023-ലാണെന്ന് തോന്നുന്നു വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ 25 കോടി. ഞാൻ പറയട്ടെ, ഞാനൊരു കാര്യം, ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഇടപെടുന്നുള്ളൂ. പക്ഷേ ബാക്കി രണ്ടുപേര് സംസാരിച്ചപ്പോൾ നിങ്ങൾ ഇടപെടുന്നതായി കണ്ടില്ല. ചോദ്യം കൂടുതൽ നിങ്ങളോട് അല്ല, ചോദിക്കുന്നതിനെല്ലാം മറുപടി പറഞ്ഞിട്ടേ പോകും. നിങ്ങൾക്ക് എത്ര നേരം എന്നോട് ഈ ചർച്ച ഒന്ന് കഴിഞ്ഞിറങ്ങുമ്പോൾ എന്തെങ്കിലുമൊക്കെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കാനായി എന്ന സന്തോഷം ഉണ്ടാവും. അല്ല, അതുകൊണ്ട് ഈ ഫ്ലോറിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. അപ്പോൾ ഈ ശ്രീ സതീഷ് ബാബു പറഞ്ഞപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഈ വീഡിയോടൊപ്പം നിങ്ങൾ ആ കൊച്ചുവേളിയുടെ വീഡിയോ കൂടെ ഒന്ന് കാണിക്കണം. കാരണം നവമാധ്യമങ്ങൾ വലിയ രൂപത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ജോയി എന്ന് പറയുന്ന ഈ ചർച്ച നിങ്ങളിപ്പോൾ പറയുന്നു റെയിൽവേയുടെ, ഞാൻ വേണമെങ്കിൽ സതീഷ് ബാബു ഒന്ന് തമ്പാനിലേക്ക് ഒന്ന് യാത്ര ചെയ്യുന്ന ആളായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങോട്ടേക്കൊന്ന് പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. സീവേജ് പോലും ആ റെയിൽവേയുടെ ഇതിലൂടെ കടത്തിവിടുന്ന വീഡിയോ പല ചാനലുകളും അന്ന് കാണിച്ചാണ്. അങ്ങ് കാണാതെ പോയതാണ്ടാണോ എന്ന് എനിക്കറിയില്ല. രണ്ട്, ഈ കരാർ കൊടുത്ത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരണം. കാരണം ജോയി എന്ന് പറയുന്ന 41 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളെ അതിലേക്ക് ഇറക്കിവിടാൻ റെയിൽവേ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാർ കൊടുത്തത്? വെറും 3 പേരാണ് അവിടെ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ കരാർ കൊടുക്കുകയും ഒരാളെ മരണത്തിലേക്ക് വലിച്ചെറിയുമ്പോഴും ആ റെയിൽവേക്ക് വേണ്ടി സ്തുതി പാടാൻ വേണ്ടി ഇവിടെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ്. രണ്ട്, ഈ ജോയി എന്ന് പറയുന്ന ഒരാൾ മരണപ്പെട്ടു. ആ മരണം ഒരിക്കലും ഒരു കുടുംബത്തിന് കൊടുക്കാൻ താങ്ങാൻ കഴിയുന്ന ഒന്നല്ല. കാരണം ഒരമ്മയ്ക്ക് താങ്ങായി നിന്ന ഒരാളാണ് അദ്ദേഹം. രാവിലെ പോയി വൈകുന്നേരം തിരിച്ചു വരുമ്പോൾ ആ പൈസയും കാത്തിരിക്കുന്ന ഒരു അമ്മ ആ വീട്ടിലുണ്ട് എന്ന് നിങ്ങൾ മറന്നുപോകരുത്. അപ്പോൾ റെയിൽവേയോട് ഇവിടുത്തെ ഭരണകൂടം പറഞ്ഞു, നിങ്ങൾ എന്താണ് അവിടെ ഒന്ന് തിരിഞ്ഞു നോക്കാൻ, ആ വീട്ടിൽ തിരിഞ്ഞു നോക്കാൻ റെയിൽവേയുടെ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നുള്ളത് നിങ്ങൾ മറന്നു. കാരണം റെയിൽവേ കൊടുത്ത കരാറിന്റെ അടിസ്ഥാനത്തിലൂടെ തൊഴിലെടുത്ത ആളാണ്. അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് പല പൊതുപ്രസ്ഥാനങ്ങളും CPM അടക്കമുള്ള DYF അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ ഇന്ന് സമരത്തിലേക്ക് പോയി. കാരണം എന്തുകൊണ്ടാണ്? ആ റെയിൽവേ കൈയൊഴുകയാണ്, അദ്ദേഹത്തിന്റെ ജീവനെ കൈയൊഴുകയാണ്. അദ്ദേഹത്തിന്റെ ജീവനെ കൈയൊഴിയുമ്പോഴാണ് തിരുവനന്തപുരം നഗരസഭ നാളെ മാതൃകാപരമായി സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ധനസഹായം നടത്താൻ വേണ്ടി വൈകുന്നേരം 4 മണിക്ക് സ്പെഷ്യൽ കൗൺസിൽ വിളിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് വീട് വെച്ചു കൊടുക്കാമെന്ന് മേയർ പ്രഖ്യാപിക്കേണ്ട വീട് വെച്ചു കൊടുക്കാൻ തയ്യാറാണ്. അദ്ദേഹത്തിന് സ്ഥലം വാങ്ങിക്കൊടുക്കാൻ അവിടുത്തെ MLA CK ഹരീന്ദ്രനും അതേപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്തും ഞങ്ങൾ സ്ഥലം വാങ്ങിക്കൊടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ആ സ്ഥലം വാങ്ങുന്ന സ്ഥലത്ത് വീട് വെച്ചു കൊടുക്കാമെന്ന് മേയർ പറഞ്ഞു. അത് മാത്രമാണോ? 10 ലക്ഷം രൂപ സംസ്ഥാന സർക്കാർ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നൽകുകയാണ്. അപ്പോൾ ഇത്രയും ഒരു സർക്കാർ നൽകുമ്പോഴാണ് റെയിൽവേ കരാർ കൊടുത്ത ജോയി എന്ന് പറയുന്ന ചെറുപ്പക്കാരന് ഒരു ധനസഹായം കൊടുക്കാൻ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഒന്ന് ആശ്വസിപ്പിക്കാൻ ഇവിടുത്തെ ആളുകൾ തയ്യാറാകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഞാൻ ഇന്നിവിടെ ചർച്ചയെ വരുമ്പോൾ നിങ്ങൾ തിരുവനന്തപുരം നഗരസഭയെക്കുറിച്ച് വലിയ രൂപത്തിലുള്ള ആരോപണങ്ങൾ ഇവിടെ ഉന്നയിക്കുകയാണ്. ഇവിടെ റെയിൽവേയെ വെള്ളപൂശാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തുന്നു. ഞാൻ ഇന്നിവിടെ ചർച്ചയെ വരുമ്പോൾ നമ്മുടെ മേയർ ഡൽഹിയിലാണ്.
ഡൽഹിയിൽ പ്രധാനമന്ത്രി PM സ്വാനിധി അവാർഡ്, അതായത് ഈ പറയുന്ന വഴിയോര കച്ചവടക്കാർക്ക് തൊഴിൽ ഉറപ്പുവരുത്തിയ അവാർഡ് വാങ്ങാൻ വേണ്ടി നമ്മുടെ മേയർ ഇന്ന് ഡൽഹിയിൽ പോയിരിക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മറുപടി വേണമല്ലോ. എന്താണ് അവർക്ക് പറയാനുള്ളത്? പ്ലീസ്, അത് കഴിഞ്ഞ് അങ്ങേക്ക് തന്നെ തുടരാം. കൊച്ചുവേളിയിലെ ചിത്രം പ്രചരിപ്പിക്കാത്തതാണ് അദ്ദേഹം പറഞ്ഞ പ്രധാനമായിട്ടുള്ള ഒരു പോയിന്റ്. അല്ലല്ല, ഞാൻ പ്രചരിപ്പിക്കാത്തല്ല. ശ്രീ കരമനേജി, എന്റെ സഹ കൗൺസിലർ, ഞാൻ ഒരിക്കലും ഞാൻ അത് പ്രചരിപ്പിക്കാത്തതിന് ഞാൻ പറഞ്ഞില്ല. അല്ല, ഞാൻ കൂട്ടിച്ചേർത്താണ്. ശ്രീ കരമനേജി, ഞാൻ കൂട്ടിച്ചേർത്താണ്. കൊച്ചുവേളിയുടെ ചവർ മാലിന്യവും കൂടെ നിങ്ങൾ ചർച്ചയിലെടുക്കണ്ടേ? അത് ചർച്ചയിലെടുക്കുമ്പോഴല്ലേ അത് നേരത്തെ സതീഷ് ഗോപി പറഞ്ഞ തോടിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ? അല്ല, ഞാൻ മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ വാക്കിനപ്പുറത്തേക്ക് പോയിട്ടുണ്ടോ? അല്ല, ഞാൻ പറയട്ടെ. സമ്മതിച്ചു. മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ ആമയിഴഞ്ചാൻ തോട്ടിലേക്കല്ലാതെ എവിടെയെങ്കിലും നോക്കിയിട്ടുണ്ടോ? അല്ല, ആമയിഴഞ്ഞാൻ തോട്ടിന് വേണ്ടി പ്രത്യേകം മീറ്റിംഗ് വിളിക്കുമ്പോൾ ആമയിഴഞ്ഞാൻ തോടിനെ കുറിച്ചല്ലേ ചർച്ച ചെയ്യാൻ പറ്റൂ? അല്ലല്ല, ഒരു മീറ്റിംഗ് വിളിക്കുമ്പോൾ ആ മീറ്റിംഗിന്റെ അജണ്ട എന്താണ് എന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം മാധ്യമങ്ങൾക്കല്ല. അത് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്വം ഭരണകൂടം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ ആമയിഴഞ്ഞാൻ തോട്ടിൽ സംഭവിച്ചത് ദാരുണമാണ്. അത് ചവർ സംസ്കരണം എന്നത് കൂട്ടുത്തരവാദിത്വമാണ്. ആ കൂട്ടുത്തരവാദിത്വത്തെ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രി നേരിട്ട് മീറ്റിംഗ് വിളിച്ചു. മന്ത്രിമാർ, MLA-മാർ, ആളുകളെയും വിളിച്ച് ഏകീകരണം നടത്തി. ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്തുകൊണ്ട് ജോയ് വീണുപോയ ദിവസം പുലർച്ചെ 2 മണി വരെ രക്ഷാപ്രവർത്തനം നടന്നു. 40% ടണലിനുള്ളിലെ 40% പ്ലാസ്റ്റിക് മാലിന്യം നീക്കി മടങ്ങിപ്പോയി. രാവിലെ തിരിച്ചു വരുമ്പോൾ വീണ്ടും പഴയ സ്ഥിതിയാണ്. ആ വരുന്ന വഴികളൊന്ന് തടഞ്ഞു നിർത്താൻ ചവറ് മാറ്റാൻ അവിടെ ഉണ്ടായിരുന്ന ഒരു കൗൺസിലർ കൂടിയാണ് ഞാൻ. നിങ്ങൾ ഈ പറയുന്ന മുമ്പും ചർച്ചയിൽ ഇത് പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത് പറയുന്നത് കള്ളത്തനമാണ്. നിങ്ങൾ പറയുന്ന കള്ളത്തനമാണ്. കാരണം അങ്ങനെ ഞാനല്ല പറഞ്ഞത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചവർ കൃത്യമായി അവിടെ നിന്ന് മാറ്റിയ മാലിന്യം കൃത്യമായി ലോറിയിൽ കൃത്യമായി നമ്മൾ മാറ്റിയിട്ടുണ്ട്. രാവിലെ വീണ്ടും വന്നടിഞ്ഞു. അതേ ഇടത്തേക്ക് നേരത്തെ കൃഷ്ണരാജ് ഇപ്പൊ ഇങ്ങനെ പറയുന്നു. നേരത്തെ ശ്രീ സതീഷ് ബാബു പറഞ്ഞത് അവിടെ ഒരു ഷട്ടർ വെച്ചിട്ടുണ്ട്. ആ ഷട്ടറിന്റെ അപ്പുറത്ത്, അതായത് ഈ റെയിൽവേയുടെ പ്രോപ്പർട്ടിയിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു ഷട്ടർ വെച്ചിട്ടുണ്ട്. ആ ഷട്ടറിന്റെ അപ്പുറത്ത് മുഴുവൻ കുപ്പിമാലിന്യങ്ങൾ മാറ്റാൻ വേണ്ടിയാണ് ഈ പറയുന്ന കരാർ തൊഴിലാളി ഇറങ്ങിയെന്ന് ഇപ്പോൾ നേരത്തെ ശ്രീ സതീഷ് ബാബു സൂചിപ്പിക്കുകയുണ്ടായല്ലോ. നേരെ പറഞ്ഞു. നിങ്ങൾ വേണേ പുറകിലോട്ട് എടുത്തു നോക്ക്. നിങ്ങൾ പുറകിലോട്ട് ഒന്ന് ശ്രീ സതീഷ് ബാബു ഈ ചർച്ച കഴിഞ്ഞ് ഒന്ന് നേരെ അല്ല, അപ്പൊ ചവർ മാലിന്യം അവിടെയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കളക്ട് ചെയ്യുന്നത്. അത് റെയിൽവേ പ്രോപ്പർട്ടിക്ക് അകത്ത് ഇത് കയറുന്നതിന് തൊട്ട് മുമ്പാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ശ്രീ സതീഷ് ബാബു ശേഷം വീണ്ടും ആ ചവറുകൾ വരും. എങ്ങനെയാണ് ഷട്ടറുകളെ ഭേദിച്ചുകൊണ്ട് വരാൻ കഴിയുക? ഞാൻ പറഞ്ഞ നിങ്ങൾ സമ്മതിക്കോ? ഞാനിതൊരു പോസിറ്റീവായി ഈ ഒരു ചർച്ചയിൽ, കാരണം നഗരസഭയുടെ പക്ഷേ ഞാനൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊന്നുമല്ല. ജോയ് മരിച്ചു കിടന്നത് എവിടെയാണ് എന്റെ ചോദ്യമാണ്.
ജോയി ജോയി മരിച്ചു കിടന്നത് എവിടെയാണ്? ആ ചോദ്യം ശ്രീ കരമനയിൽ സ്വയം ചോദിക്കാം. അങ്ങോട്ട് പോകുന്നില്ല. ആ ശ്രീകണ്ഠേശ്വരം വാർഡിൽ ഏകദേശം 15 വർഷക്കാലമായി നിങ്ങളുടെ വാർഡ് കൗൺസിലറാണ്. ഈ മുനിസിപ്പൽ പഞ്ചായത്ത് രാജ് അനുസരിച്ച് മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് ഇവിടെ പ്രതിപക്ഷമൊന്നോ ഭരണപക്ഷമൊന്നോ ഇല്ലാതെ ഈ മാലിന്യ